നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 86 വേദമൂർത്തികളുടെ പ്രാർത്ഥന. പേജ് നമ്പർ 893. ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള ഈ സങ്കല്പം ശ്രീലരൂപ ഗോസ്വാമി ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട്. ഭൗതിക ലോകവും സർവേശ്വരൻ്റെ ആവിഷ്കാരം തന്നെയാണെന്നോ ജ്ഞാനമില്ലാതെ അതിനെ മായികമെന്നോ അയഥാർത്ഥമെന്നോ പറഞ്ഞുള്ള പരിത്യാഗത്തിനു പ്രായോഗികമായി ഒരു വിലയുമില്ല. എന്നിരുന്നാലും വൈഷ്ണവർ ഈ ലോകത്തോടുള്ള ആസക്തിയിൽ നിന്നു മുക്തരാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ലോകം പൊതുവെ വിഷയസുഖങ്ങൾക്കുള്ള ഒരു വസ്തുവായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. വൈഷ്ണവർ വിഷയസുഖാനുഭവങ്ങളെ അനുകൂലിക്കുന്നില്ല. അതിനാൽ ഭൗതിക കർമ്മങ്ങളോടു ആഭിമുഖ്യവുമില്ല. വൈദികാനുശാസനങ്ങളുടെ നിയാമക തത്വങ്ങൾക്കനുസരണമായിട്ടാണു വൈഷ്ണവർ ഭൗതിക ലോകത്തെ അംഗീകരിക്കുന്നത്. എല്ലാറ്റിൻ്റെയും ആദികാരണം പരമപുരുഷനാകയാൽ ഈ ഭൗതിക ലോകത്തെ പോലുള്ള സകലതിനെയും കൃഷ്ണനുമായി ബന്ധപ്പെടുത്തിയാണു വൈഷ്ണവർ കാണുന്നത്. ഇത്തരം ഉത്കൃഷ്ട ജ്ഞാനത്തിലൂടെ സർവവും ആധ്യാത്മീകരിക്കപ്പെടുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭൗതിക ലോകത്തുള്ള സമസ്തവും ആധ്യാത്മികമാണ്. നമ്മുടെ ജ്ഞാനം അപര്യാപ്തമായതിനാൽ നാം അവയെ ഭൗതികമായി കാണുന്നു എന്നേയുള്ളൂ. സ്വർണമന്വേഷിക്കുന്നവർ സ്വർണം കൊണ്ടുള്ള വളകളോ കർണാഭരണങ്ങളോ അവയ്ക്കു സ്വർണത്തിൻ്റെ രൂപമില്ലെന്നു പറഞ്ഞു തിരസ്കരിക്കുന്നില്ലെന്ന ഉദാഹരണമാണ് ഇക്കാര്യത്തിൽ വേദമൂർത്തികൾ ചൂണ്ടിക്കാണിക്കുന്നത്. സമസ്ത ജീവാത്മാക്കളും പരമപുരുഷൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഗുണപരമായി ഭഗവാനോടു ഐക്യവുമുണ്ട്. പക്ഷേ അവർ ഇപ്പോൾ 84 ലക്ഷം വ്യത്യസ്ത ജീവിഗണങ്ങളുടെ രൂപത്തിലാണ്. ഒരേ സ്വർണം കൊണ്ടു നിർമ്മിച്ച പലതരം ആഭരണങ്ങൾ പോലെ. സ്വർണത്തിൽ താത്പര്യമുള്ള വ്യക്തി ഭിന്ന രൂപങ്ങളായ സ്വർണാഭരണങ്ങൾ സ്വീകരിക്കുന്നത് പോലെ സമസ്ത ജീവാത്മാക്കളുടെയും ഗുണം പരമപുരുഷൻ്റെ ഗുണം തന്നെയാണെന്നു ശരിക്കും മനസ്സിലാക്കി അവയെയെല്ലാം ഈശ്വരൻ്റെ ഭൃത്യഗണങ്ങളായിട്ടാണ് വൈഷ്ണവർ കാണുന്നത്. അപ്പോൾ അപനീതരായ ഈ ബദ്ധാത്മാക്കളെ വീണ്ടെടുത്ത് കൃഷ്ണാവബോധത്തിൽ പരിശീലനം നൽകി അവരെ സ്വഗൃഹമായ ഭഗവത് ധാമത്തിലേക്ക് നയിക്കുന്നതിലൂടെ വൈഷ്ണവൻ എന്ന നിലയിൽ ഒരുവന്
പരമപുരുഷനെ സേവിക്കാൻ വേണ്ടത്ര അവസരം ലഭിക്കുന്നുണ്ട്. ഭൗതികമായ ത്രിഗുണങ്ങളാൽ ജീവാത്മാക്കളുടെ മനസ്സ് ആകുലമായിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതിൻ്റെ ഫലമായി അവർ സ്വപ്നത്തിലെ പോലെ ദേഹാന്തരപ്രാപ്തിക്കു വിധേയരാകുന്നു. എന്നാൽ അവരുടെ അവബോധം കൃഷ്ണാവബോധമായി മാറുന്ന മാത്രയിൽ അവർ മനസ്സിൽ കൃഷ്ണനെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെ അവർക്കു മോചനത്തിൻ്റെ പാത തെളിയുകയും ചെയ്യുന്നു. പരമപുരുഷൻ്റെയും ജീവാത്മാക്കളുടെയും ഗുണം, ചൈതന്യം, ആത്മീയം ഒന്നു തന്നെയാണെന്നു സർവവേദങ്ങളും പറയുന്നു. ജീവൻ എന്നും സർവേശ്വരൻ എന്നും രണ്ടുതരം ആധ്യാത്മികാസ്തിത്വങ്ങളുണ്ടെന്നും പറയുന്ന പദ്മപുരാണത്തിൽ ഇക്കാര്യം ഊന്നിപ്പറയുന്നുണ്ട്. ബ്രഹ്മാവിൽ തുടങ്ങി എറുമ്പ് വരെയുള്ള സമസ്ത ജീവികളും ജീവാത്മാക്കളാണ്. അതേസമയം ചതുർബാഹുവായ വിഷ്ണുവാണ് സർവേശ്വരൻ അഥവാ ജനാർദ്ദനൻ. പരമപുരുഷനെ കുറിക്കാൻ മാത്രമേ ആത്മാവ് എന്ന പദം പ്രയോഗിക്കൂ. എന്നാൽ ജീവാത്മാക്കൾ അദ്ദേഹത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാകയാൽ ചിലപ്പോൾ അവരെ കുറിക്കാനും ആത്മാവ് എന്ന പദം പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ ജീവചൈതന്യങ്ങളെല്ലാം ജീവാത്മാക്കളും സർവേശ്വരൻ പരമാത്മാവുമായി. പരമാത്മാവും ജീവാത്മാവും ഭൗതിക ലോകത്തിൽ തന്നെയാണുള്ളത്. അതിനാൽ വിഷയസുഖാനുഭവത്തിനപ്പുറം മറ്റൊരു ലക്ഷ്യം കൂടി ഈ ഭൗതിക ലോകത്തിൽ നേടാനുണ്ട്. വിഷയസുഖം എന്ന ജീവിത സങ്കല്പം തന്നെ ഭ്രമാത്മകമാണ്. എന്നാൽ ജീവാത്മാവു പരമാത്മാവിനെ സേവിക്കുക എന്ന സങ്കല്പം ഈ ഭൗതിക ലോകത്തുപോലും ഭ്രമാത്മകമല്ല. കൃഷ്ണാവബോധമുള്ളയാൾ ഇതേക്കുറിച്ചു തികച്ചും ബോധവാനാണ്. അതിനാൽ ഭൗതിക ലോകം മിഥ്യയായി അവൻ കാണുന്നില്ല. മറിച്ച് അതീന്ദ്രിയ സേവനത്തിൻ്റെ ഉണ്മയിൽ അയാൾ പ്രവർത്തിക്കുന്നു. അതിനാൽ ഭൗതിക ലോകത്തുള്ള സകലതിനെയും ഭഗവത് സേവനത്തിനുള്ള അവസരമായി ഭക്തൻ വീക്ഷിക്കുന്നു. ഭൗതികമെന്നു പറഞ്ഞ് അയാൾ ഒന്നും തിരസ്കരിക്കുന്നില്ല. എല്ലാം ഭഗവത് സേവനവുമായി നിരപ്പുകേടില്ലാത്ത രീതിയിൽ കൃത്യമായി ബന്ധിപ്പിക്കുന്നു. ഇപ്രകാരം ഭക്തൻ എല്ലായ്പ്പോഴും അതീന്ദ്രിയാവസ്ഥയിലാണ്. അതുമല്ല, ഭഗവത് സേവനത്തിനുപയോഗിക്കുന്നതിനാൽ അവൻ ഉപയോഗിക്കുന്ന സകലതും ആത്മീയമായി വിശുദ്ധീകരിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ.